അമ്മ എന്നാലും ചോദിക്കുക മാമന്റെ ഒപ്പം ദുബായി പോവാൻ പരിപാടി സെറ്റൊക്കെ സംഭവം ഇൻഡയറക്റ്റായിട്ട് ചോദിച്ചാണെങ്കിൽ മനസ്സിലായി. പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് 2 വർഷമായി. ജോലിക്കൊന്നും പോകാൻ പ്ലാനില്ല എന്നാണ് ഉദ്ദേശിച്ചത്. നിങ്ങൾക്കറിയോ, പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൽ ടീച്ചർ നമ്മളടുത്ത് വലുതാവുമ്പോൾ ആരാവണമെന്ന് ഓരോന്ന് ചോദിക്കുമ്പോൾ ഓരോരുത്തരോരോന്ന് പറയില്ലേ. അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്ന വെച്ചിട്ട് ഞാനും എന്തോ പറഞ്ഞു. സത്യം പറഞ്ഞാൽ എനിക്ക് അപ്പം അങ്ങനെ ഒരു ആഗ്രഹം തന്നെ ഇല്ലേ. പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഓരോ കോഴ്സ് എടുക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടുകാർ പറയുന്ന കേട്ടിട്ട് BBA എടുത്തു. BBA നല്ല കോഴ്സാണെന്നാണ് പറഞ്ഞത്. അതെന്താ പറഞ്ഞില്ലേ മാമൻ BBA കഴിഞ്ഞിട്ട് MBA എടുത്തിട്ടാണ് ദുബായി പോയിട്ട് ബിസിനസ് ഒക്കെ ചെയ്ത് വലിയ സെറ്റപ്പായി. പക്ഷെ എനിക്ക് അപ്പോഴും പ്രത്യേകിച്ച് വലിയ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നു. ഇപ്പൊ തന്നെ ഈ മിക്സറിൽ നല്ല സാധനം എന്ന് പറയാൻ ഈ കടലയാണ്. പക്ഷെ നമ്മൾ മിക്സർ എന്തിനാണ് കഴിക്കുന്നത്? അതിന്റെ ടേസ്റ്റ് കിട്ടാനല്ലേ. അതേപോലെ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. അപ്പൊ ചോദിക്കും എന്റെ ടേസ്റ്റ് എന്താ? ശരിക്കും എനിക്കറിയില്ല. ഓരോന്ന് കാണുമ്പോൾ തോന്നുന്നു അത് ചെയ്യാൻ. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ ഇൻട്രസ്റ്റ് പോകും. എന്നെപ്പോലെ ലൈഫിൽ എന്ത് ചെയ്യണമെന്നൊരു ഐഡിയ ഇല്ലാത്ത കുറെ പേരുണ്ടാവില്ലേ. എന്റെ മെയിൻ പ്രശ്നം എന്താണെന്നറിയോ? നോ പറയാൻ പറ്റില്ല. ഓരോരുത്തരും ഓരോന്ന് ചെയ്യില്ലേ വെച്ചിട്ട് വരുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് പറയണമെന്നുണ്ട്. ഞാൻ പറയും ഓ ചെയ്യാം. ചില ദിവസം ഞാൻ ഉറങ്ങാറുണ്ട്. ഓരോന്ന് ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു മരുന്ന്. എന്നിട്ട് എല്ലാം സെറ്റാവും. ഇതൊക്കെ ഒരാളോട് പറയുമ്പോഴൊരു മനസ്സിലാവും. ആ